السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും പ്രിയപ്പെട്ട മുതിർന്നവരെ, എൻ്റെ മുന്നിൽ സന്നിഹിതരായ വിദ്യാർത്ഥി മിത്രങ്ങളെ, ഈ ഒരവസരത്തിൽ നമ്മളെല്ലാവരും കാത്തു നിൽക്കുകയായിരുന്നു അല്ലേ? 2 ദിവസമായിട്ട് നമ്മളെ ഫെസ്റ്റ് തുടങ്ങി. ഈ ഒരു മത്സരത്തിന് വേണ്ടി എത്രയോ കാത്തു നിന്ന ഒരുപാട് കുട്ടികളുണ്ട് ഇവിടെ അല്ലേ? നമുക്ക് ഈ ഓഡിയൻസിനെ കണ്ടത് മനസ്സിലാവും. അപ്പോൾ നമ്മളൊന്ന് ചർച്ച ചെയ്യാൻ പോണത് നോ ടൈം ടു വെയിറ്റ്. നമുക്കെന്തില്ല, വെയിറ്റ് ചെയ്യാൻ സമയമില്ല. നമുക്കെന്ത് ചെയ്യണം? നമ്മുടെ ലൈഫിനെ ഒരു സക്സസ് പോയിന്റിലേക്ക് എത്തിക്കണം. വേണ്ടേ? സക്സസ് പോയിന്റിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ? അന്ത്യമില്ലാത്ത പരിശ്രമിച്ചുകൊണ്ടിരിക്കണം അല്ലേ? അതന്നെ നമ്മുടെ ടൈറ്റില്, നോ ടൈം ടു വെയിറ്റ്. ദ ടൈം ഈസ് നൗ. നമുക്ക് ഒരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റ് അല്ലേ? ദ പെർഫെക്റ്റ് മൊമെന്റ് ഇസ് എ മിത്ത് അല്ലേ? ഒരിക്കലും ഏറ്റവും നല്ല ടൈമിന് വേണ്ടി കാത്തു നിൽക്കുക. നമ്മൾ ഒരു കാര്യം തുടങ്ങാൻ നിൽക്കുമ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നാളെ ആവട്ടെ, ഇന്നിപ്പോൾ ഒരു സുഖമില്ല, ഇതിപ്പോൾ ഞായറാഴ്ച അല്ല, ഇപ്പോൾ ലീവ് ടീസാണ്, ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. അല്ലെങ്കിൽ വേണ്ട, ഇന്നിപ്പോൾ വൈകുന്നേരമാണ് നമുക്ക് പരിപാടി, ഇപ്പം രാവിലെ തന്നെ പ്രാക്ടീസൊക്കെ തുടങ്ങിയിട്ട് എന്തിനാണ് ഇപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് ഉറങ്ങാം. അതുവരെ 10 മണി മുതൽ 12 മണി വരെ ഒന്ന് ഉറങ്ങാം. ഉച്ചയ്ക്ക് ശേഷം പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ ഇതെല്ലാം ഇങ്ങനെ കയറിയാൽ പോരെ, നമ്മൾ എത്രയോ കാലമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന പരിപാടിയല്ലേ എന്ന് വിചാരിച്ച ടൈമിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം. ഒരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളത് അതൊരു മിത്താണ്. ഒരിക്കലും അതിനെ നമ്മൾ ആശ്രയിച്ച് നിൽക്കാൻ പാടില്ല. നമ്മൾ പലപ്പോഴും നമുക്ക് പറ്റിപ്പോണ സംഭവമാണ്. ലൈഫ് വളരെ ഈസിയാണ്, നമുക്ക് സിമ്പിളായിട്ട് കഴിച്ചിലാവാൻ പറ്റുന്നതാണ് ലൈഫ് എന്നുള്ളത്. എത്രയോ സുഖത്തിൽ നമുക്ക് പടിപടിയായിട്ട് കയറാം. നമ്മളെല്ലാവരുടെയും ഒരു ആത്യന്തിക ലക്ഷ്യമുണ്ട്. എന്താ? ആസ് എ മുസ്ലിം വി ആർ വിഷിംഗ് ടു എ ബെസ്റ്റ് പെർഫോമർ, ദ ബെസ്റ്റ് ക്രിയേച്ചർ ഓഫ് അള്ളാഹ് അല്ലേ? അള്ളാഹുവിന്റെ ഏറ്റവും ബെസ്റ്റ് ക്രിയേച്ചർ ആവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ അള്ളാഹ് പറഞ്ഞൊരു കാര്യമാണെന്ത്? അല്ലേ? മനുഷ്യനെയും ജിന്നിനെയും അള്ളാഹ് പഠിച്ചത് അള്ളാഹ്ക്ക് ആരാധിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ്. അപ്പോൾ നമ്മൾ ആരാധനാ കർമ്മങ്ങളിലാണ് ആദ്യമായിട്ടൊരു പങ്ക്ച്വാലിറ്റി കൊണ്ടുവരുന്നത്. നിസ്കാരം അവ്വൽ വഖത്ത് അല്ലേ? നമ്മളിപ്പോൾ എന്താ കാട്ടുക? ബാങ്ക് കൊടുക്കുമ്പോൾ ഫോൺമം കളിക്കുക. വീട്ടിൽ എന്തെങ്കിലും ഫോൺമം കളിച്ചിരിക്കുക. അപ്പോൾ ബാങ്ക് കൊടുക്കുമ്പോൾ ഉമ്മ അടുക്കളയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടാവും, മോനെ മുത്തുവോ ബാങ്ക് കൊടുത്ത് കണ്ട പള്ളി പോയിക്കോ എന്ന് പറയുമ്പോ ഉമ്മ ഞാൻ 2 ദിവസം എപ്പോഴേലും കണ്ട് വരുന്നാണ് കേട്ട്, അപ്പോഴും പള്ളി അവിടെ 24 മണിക്കൂർ പള്ളിന്റെ ഉള്ളില. അങ്ങനെ ഇരിക്കണം. ഞാൻ ഇവിടെ വന്നിട്ട് പിന്നെയും പള്ളിയിൽ പോവാ, ഞാൻ പോണില്ല, ഞാൻ കുറച്ച് നിസ്കരിച്ചാൽ പോരെ. 5 വഖത്ത് അള്ളാഹ് ഫർളാക്കിയ നിസ്കാരമുണ്ട്, ആ നിസ്കരിച്ചാൽ പോരെ എന്നാണ് നമ്മുടെയൊക്കെ വാദം. പക്ഷേ നമ്മളെല്ലാവരും പടക്കപ്പെട്ട ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ നമ്മളെ അള്ളാഹ് പഠിച്ചിട്ടില്ല. ആരാധനാ കാര്യങ്ങളിൽ ഫസ്റ്റ് നമ്മൾ പങ്ക്ച്വാലിറ്റി കൊണ്ടുവന്നോ, എന്നാൽ നമുക്ക് ജീവിതത്തിന്റെ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ്, ആദ്യ പടി നമ്മൾ കടന്നു. പിന്നെ നമുക്ക് ഈ ദുന്യവിയായ കാര്യങ്ങളിൽ നമ്മൾ ദുന്യാവിൽ നമ്മൾ ജീവിച്ചു പോകണ്ട, നമുക്ക് കടന്ന് ചെല്ലേണ്ട പല കാര്യങ്ങളുണ്ട്, പല നമ്മളെ മേഖലകളുണ്ട്. ഒരു വിദ്യാർത്ഥി ആയിരിക്കെ പഠിക്കണം. പഠിക്കുമ്പോൾ നമ്മൾ പരീക്ഷ അടുത്ത ആഴ്ചയല്ലേ, എന്ത് ചെയ്യണ്ട? ആ അടുത്ത ആഴ്ച വരെ വെയിറ്റ് ചെയ്യണ്ട. ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങിയാൽ ആ ഒരാഴ്ച കഴിഞ്ഞുള്ള എക്സാമിന് നല്ല മാർക്ക് നമുക്ക് കിട്ടും അല്ലേ? നമുക്ക് ലൈഫിൽ ഒരു സെറ്റിൽമെന്റ് വേണം. നമുക്ക് എപ്പോഴെങ്കിലും ഇപ്പോൾ നമ്മൾ ലൈഫിൽ ഉന്നത വിജയത്തിലേക്ക് എത്തണം. ഒരാളിങ്ങനെ ആഗ്രഹിക്കുകയാണെങ്കിൽ നല്ല പാട്ടുകാരനാവണമെന്ന് ഇന്ന് വെച്ചിട്ട് ഉണ്ടായിരുന്ന പാട്ടുകാരനാവോ?
ഇല്ല. ട്രൈ ഹാർഡ്. ഓന് പരമാവധി ശ്രമിക്കണം, സ്ഥിരമായിട്ട് പാടണം അല്ലേ? പ്രസംഗിക്കാൻ കഴിയുന്ന ആൾക്ക് പ്രസംഗിക്കണം 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 നിങ്ങൾ സ്പീക്കർ പിടിച്ചിങ്ങനെ പ്രസംഗിക്കണം 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 രാവിലെ മുതലേത പണി. പ്രസംഗിക്കോ? ഇല്ല. ഓനെ പീഠം പിടിച്ചിട്ട് നിൽക്കുക. ആദ്യം അങ്ങനെ അസ്സലാമു അലൈക്കും എന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞിരിക്കും. പിന്നെ വേറെ അയാൾ പോകും, നമുക്കൊരു ഫിയർ ഉണ്ടാവും, ആ ഫിയർ പോകും. അതുപോലെ എല്ലാ കാര്യം പെർഫെക്റ്റ് ആവും. ഇന്ന് തുടങ്ങിയോ എന്നാൽ അന്ന് പെർഫെക്റ്റ് ആവും. നമുക്ക് ഇന്ന് നമ്മൾ എന്താണ് തുടങ്ങി വെക്കുന്നത് അതേ അവിടെ ഫലം കാണും. ഞാൻ പണ്ട് ചെറുപ്പത്തിൽ എന്ന് പറയണ്ട, ഇവിടെ വന്ന് തുടങ്ങിയ സമയത്ത് ആദ്യത്തെ ഫെസ്റ്റ് കഴിഞ്ഞു. അന്ന് എന്നെ ഇംഗ്ലീഷ് പ്രസംഗത്തിന് ഇട്ടു. ഇംഗ്ലീഷ് പ്രസംഗത്തിന്റെ മത്സരം കഴിഞ്ഞിട്ട് അന്ന് ജഡ്ജ്മെന്റ് പറഞ്ഞെന്താ അറിയോ? ഫസ്റ്റ് കിട്ടിയ വിദ്യാർത്ഥി വളരെ അടിപൊളിയായിട്ട് പ്രസംഗിച്ചിട്ടുണ്ട്, ആ പ്രൊനൗൺസിയേഷനും കൂടെ സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഓന് ഉഷാറാവുന്നു. അന്ന് ഞാൻ തീരുമാനിച്ചു, ദിവസവും നാട്ടിൽ പോയ ദിവസവും 1 മണിക്കൂറെങ്കിലും ഞാൻ ഇംഗ്ലീഷ് പ്രസംഗം കേൾക്കുന്നു. നാട്ടിൽ പോയി ഫസ്റ്റ് അന്നിൻ്റെ സ്വന്തമായിട്ട് ഫോണില്ല, കാക്കാൻ്റെ ഫോൺ എടുത്ത് എന്തിനാ പഠിക്കാനാ. എന്നിട്ട് മറ്റേ ഇംഗ്ലീഷ് സ്പീച്ചസ് നടച്ചു. അപ്പോൾ ഇംഗ്ലീഷ് സ്പീച്ചസിൻ്റെ കുറേ ഒരു ചാനൽ തന്നെ വന്നു. ആ ചാനലിൽ കയറി ഇങ്ങനെ നെൽസൺ മണ്ടേലിൻ്റെ ഒരു പ്രസംഗം അതെടുത്തു. ഇത് പറയുന്നുണ്ട്. ഇത് കേട്ട് 2 മിനിറ്റ് ഞാൻ ഇങ്ങനെ പറഞ്ഞു. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാവും പലരുടെയും പ്രശ്നം. നമ്മളെന്ത് ചെയ്യും? പലപ്പോഴും ചിന്തിക്കും നമ്മൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇംഗ്ലീഷ് പഠിക്കണം, എനിക്ക് ഭാഷ പഠിക്കണം, അല്ലെ എന്തെങ്കിലും കാര്യം ചെയ്യണം എന്ന് ഏറ്റവും നമുക്ക് ഫസ്റ്റായിട്ട് മനസ്സിലാക്കുന്നത് എന്താണ്? മറ്റുള്ളവരെന്ത് ചിന്തിക്കും? സോഷ്യൽ ജഡ്ജ്മെന്റ് പാടേ ഒഴിവാക്കണം. പരമാവധി അല്ല, പാടേ ഒഴിവാക്കണം. സോഷ്യൽ ജഡ്ജ്മെന്റ് എങ്ങനെയാവും, ഞാനെങ്ങനെ ബാക്കിയുള്ളവരുടെ കണ്ണിൽ കാണപ്പെടും എന്നുള്ള ചിന്ത ഉണ്ടല്ലോ, ഒരിക്കലും നമുക്ക് പാടില്ല. അതുണ്ടെങ്കിൽ ഒരാളും വിജയിക്കൂല. പണ്ട് എപ്പോഴോ ഒരിക്കൽ പരമപൊട്ടനാണ്, നാട്ടിലെ ഏറ്റവും വലിയ വിഡ്ഢിയാണ് എന്ന് പറയപ്പെട്ടിരുന്ന ആൾക്കാരെ ഇന്ന് വിജയിച്ചിട്ടുള്ളൂ. അറിയില്ലേ? എല്ലാ മനുഷ്യരെയും നോക്കിയാൽ മതി, അവരെങ്ങനെയാണ്. പിന്നെ 3 കാര്യങ്ങള്. ബി ആബ്സെൻസ് വേർ യു ഹാവ് നോ റെസ്പെക്ട്. നമുക്ക് റെസ്പെക്ട് കിട്ടാത്ത, നമ്മളെ വേണ്ടാത്ത ആൾക്കാർക്ക് പോയി സമയം ചെലവഴിക്കരുത്. നമ്മൾ ടൈം പോവും, നമ്മൾ അത് ചെയ്യാൻ പാടില്ല. Don't react all the time is precious. നമുക്ക് എപ്പോഴുള്ള പ്രശ്നം എന്ത്? എല്ലാവരും പോയിട്ട് ഇങ്ങനെ റിയാക്ട് ചെയ്യുക. അയാൾ ചെയ്യുമ്പോൾ അതിനെ റിയാക്ട് ചെയ്യുക. സോഷ്യൽ മീഡിയ പോയിട്ട് ഉള്ളതിനൊക്കെ കമന്റ് ഇടുക. ഇത് നിർത്തണം. അതുപോലെ തന്നെ ഫെയിലിയർ, നമ്മുടെ പരാജയങ്ങളിൽ ഒരിക്കലും ഫെയിലിയർ ഈസ് നോട്ട് എ ഓപ്പോസിറ്റ് സക്സസ്. സക്സസിന്റെ ഓപ്പോസിറ്റ് അല്ല ഫെയിലിയർ എന്നുള്ളത്. അതെന്താണ്? സക്സസിന്റെ പാർട്ടാണ്. പല തവണ തോറ്റ് വന്നവരെന്തേ ഉള്ളൂ? വിജയിച്ചിട്ടുള്ളൂ. ലാസ്റ്റ് ഞാൻ ഇപ്പോൾ ടൈം നമ്മൾ അധികരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാണ്, ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് ഒരു വട്ടം നമുക്ക് ഇനി കാണേണ്ടി വരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.